ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നമ്മൾ പലപ്പോഴായി പർച്ചേസ് ചെയ്യാൻ വേണ്ടി കയറിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാതെ കാർട്ടിലോ വിഷ് ലിസ്റ്റിലോ ഒക്കെ ആക്കിയിട്ട് പോകുന്ന പ്രൊഡക്ട്സ് നമ്മൾ വീണ്ടും തിരിച്ച് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വരുമ്പോൾ അതേ പ്രൊഡക്ട്സിന്റെ അഡ്വർടൈസ്മെന്റ്സ് അവിടെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നാറില്ല ഇതെന്താ മാജിക് ആണോ എന്ന്. അത് മാജിക് അല്ല, അതാണ് റീ ടാർഗറ്റിംഗ് അല്ലെങ്കിൽ റീ മാർക്കറ്റിംഗ്. നമ്മുടെ ബിസിനസിന്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അതിന്റെ പർട്ടിക്കുലർ ആപ്പിലോ ഇന്ററാക്ട് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിനെ വീണ്ടും റീകണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പവർഫുൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് റീ ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാനാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഷോപ്പില് ഒരു ഫിസിക്കൽ സ്റ്റോറിലേക്ക് ചെല്ലുന്നു, അവരുടെ കടയിൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ട്സ് നോക്കുന്നു, നമ്മൾ പർച്ചേസ് ചെയ്യാതെ തിരിച്ചു പോന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അതേ ഷോപ്പിൽ നിന്ന് കോൾസ് വരാറുണ്ട്. ലൈക്ക് നിങ്ങൾ അന്ന് വന്നില്ലേ, വീണ്ടും വന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നോർമലി ഒരു സെയിൽസ് പേഴ്സൺ കോണ്ടാക്ട് ചെയ്യുന്ന രീതിയിൽ ഓൺലൈനായി നിങ്ങൾ ഒരു വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഒരു ആപ്പോ വിസിറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാതെ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും രീതി മീൻസ് ഒരു ബിസിനസ്സിന് എന്തെങ്കിലും രീതിയിലുള്ള ഗുണം കിട്ടാത്ത രീതിയിൽ ആ കസ്റ്റമർ പുറത്തേക്ക് പോവാണെന്നുണ്ടെങ്കിൽ അവരെ വീണ്ടും ഒരു വെബ്സൈറ്റിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് റീ ടാർഗറ്റിംഗ് അല്ലെങ്കിൽ റീ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. വൈ റീ ടാർഗറ്റിംഗ് വർക്ക്സ്? എന്തുകൊണ്ടാണ് റീ ടാർഗറ്റിംഗ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 97% വെബ്സൈറ്റിലും ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ നിന്ന് കൺവേർഷൻസ് ഉണ്ടാവുകയോ ചെയ്യുന്നില്ല എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായി ഒരാൾ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അവർ പ്രത്യേകിച്ച് ആക്ഷൻസ് ഒന്നും എടുക്കാതെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാതെ ജസ്റ്റ് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് പുറത്തു പോകുന്ന ആളുകളുടെ കണക്ക് എന്ന് പറയുന്നത് 97% ആണ്. സോ നമ്മൾ അങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു കസ്റ്റമറിനെ വീണ്ടും അതേ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഫസ്റ്റ് ഇംപ്രഷനിൽ നിന്ന് സെക്കൻഡ് എൻട്രിയിൽ അതൊരു കൺവേർഷനായി മാറുള്ളൂ. അതുകൊണ്ടാണ് റീടാർഗറ്റിംഗ് വർക്ക് ആവും എന്ന് പറയുന്നത്. ഹൗ റീടാർഗറ്റിംഗ് വർക്ക്സ്? എങ്ങനെയാണ് ഈ റീടാർഗറ്റിംഗ് വർക്ക് ചെയ്യുന്നത്? നമ്മളൊരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിസിറ്റ് ചെയ്ത വെബ്സൈറ്റിലേക്ക് നമ്മളുടെ ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ, അതൊരു പിക്സൽ ആവാം അല്ലെങ്കിൽ ഒരു കുക്കി ആവാം, അങ്ങനെ ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ അതിന്റെ ബ്രൗസറിലേക്ക് സേവ് ആവുകയും നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഓരോ പേജും അവർ ട്രാക്ക് ചെയ്യും, ആ ഇൻഫർമേഷൻസ് സേവ് ചെയ്ത് വെക്കുകയും ചെയ്യും. ലേറ്റർ ഓൺ ഈ ഡേറ്റ യൂസ് ചെയ്തിട്ടായിരിക്കും പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും അല്ലെങ്കിൽ ഗൂഗിളിലേക്കും ഒക്കെ വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നത്, നമ്മളെ റീടാർഗറ്റ് ചെയ്ത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയും ഗൂഗിളും ഒക്കെ വീണ്ടും അതേ കസ്റ്റമേഴ്സിന് നേരത്തെ വിസിറ്റ് ചെയ്ത പ്രൊഡക്ട്സിന്റെ അഡ്വർടൈസ്മെന്റ്സ് കാണിക്കുന്നത്. ടൈപ്സ് ഓഫ് റീടാർഗറ്റിംഗ്: സൈറ്റ് റീടാർഗറ്റിംഗ്, സെർച്ച് റീടാർഗറ്റിംഗ്, ഇമെയിൽ റീടാർഗറ്റിംഗ് ആൻഡ് ഡൈനാമിക് റീടാർഗറ്റിംഗ്. നമ്മളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത ആളുകളെ വീണ്ടും അഡ്വർടൈസ്മെന്റ്സ് കാണിക്കുന്നതാണ് സൈറ്റ് റീടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. സെർച്ച് റീടാർഗറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരാൾ സെർച്ച് ചെയ്ത കീവേഡ്സിനെ ബേസ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും അവർക്ക് പ്രൊഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇമെയിൽ റീടാർഗറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇമെയിലൊക്കെ നമുക്ക് പലപ്പോഴും ഈ പറയുന്ന ആമസോണിൽ നിന്നും ഫസ്റ്റ് ക്രൈയിൽ നിന്നും ഈ അഡ്വർടൈസ് ആപ്പുകളിൽ നിന്നും നമുക്ക് മെസ്സേജസ് വരാറുണ്ട്. നമ്മളുടെ നമ്മളുടെ കാർട്ടിൽ ഇത്ര പ്രൊഡക്ട്സ് അബാൻഡൻഡ് ആയിട്ട് കിടക്കുന്നു, നിങ്ങളുടെ കാർട്ടിൽ ഇത്രയും പ്രൊഡക്ട്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു വരുന്ന മെയിൽസ് ഇമെയിൽ റീടാർഗറ്റിംഗിന്റെ എക്സാമ്പിൾ ആണ്. ലാസ്റ്റ് വൺ ഡൈനാമിക് റീടാർഗറ്റിംഗ് ആണ്. നമ്മൾ സെർച്ച് ചെയ്ത അതേ പ്രൊഡക്ട്സ് ലൈക്ക് എക്സാക്ട് പ്രൊഡക്ട്സ് വീണ്ടും ഓഡിയൻസിനെ കാണിച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്നതാണ് ഡൈനാമിക് റീടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ബെനിഫിറ്റ്സ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ് ഓഫ് റീടാർഗറ്റിംഗ്. ഫസ്റ്റ് വൺ ഈസ് നമ്മുടെ ബ്രാൻഡിനെ ടോപ്പ് ഓഫ് ദ മൈൻഡ് കീപ്പ് ചെയ്യാൻ വേണ്ടി റീടാർഗറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. സെക്കൻഡ് വൺ ഈസ് കൺവേർഷൻ റേറ്റ്സ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. തേർഡ് വൺ ഈസ് ROI മാക്സിമൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇതിനകത്തൊരു ബെസ്റ്റ് പ്രാക്ടീസ് അല്ലെങ്കിൽ പ്രോ ടിപ്പ് എന്ന് പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് ഇപ്പം ജസ്റ്റ് സപ്പോസ് നമ്മളാണ് ഒരു പ്രൊഡക്റ്റ് വിസിറ്റ് ചെയ്തത്, നമ്മൾ ആമസോണിൽ കയറി ഒരു പ്രൊഡക്റ്റ് ചെക്ക് ചെയ്യുന്നു, ആ പ്രൊഡക്റ്റിന്റെ നമ്മളത് പർച്ചേസ് ചെയ്യുന്നില്ല, അത് ആ കാർട്ടിൽ നമ്മൾ ആഡ് ചെയ്തിട്ടിട്ട് നമ്മൾ പുറത്തു വരുന്നു. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ നമ്മൾ സെർച്ച് ചെയ്യുന്ന ടൈമിൽ അതേ പ്രൊഡക്റ്റിന്റെ അഡ്വർടൈസ്മെന്റ് വീണ്ടും നമുക്ക് കാണുന്നു. ഒരു തവണ നമ്മൾ കാണും, ഓക്കെ, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ക്ലിക്ക് ചെയ്യും. ബട്ട് നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് വരികയാണ്, അതേ പ്രൊഡക്റ്റിന്റെ അഡ്വർടൈസ്മെന്റ്സ് അല്ലെങ്കിൽ അതിന്റെ തന്നെ ക്രിയേറ്റീവ്സ് വീണ്ടും വീണ്ടും കാണുന്ന സമയത്ത് നമ്മൾക്കത് ലൈക്ക് ഒരു പ്രൊഡക്റ്റിനെ ഒരിക്കലും ഇഷ്ടപ്പെടാൻ തോന്നാത്ത രീതിയിലേക്ക്, വെറുത്തു പോകുന്ന രീതിയിലേക്ക് ഒരിക്കലും അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പാടില്ല. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. റീടാർഗറ്റിംഗ് ചെയ്യുന്ന സമയത്ത് കൃത്യമായ ഗ്യാപ്സിൽ മാത്രം, മീൻസ് ഒരു ഫ്രീക്വൻസി സെറ്റ് ചെയ്യുക, ആ ഫ്രീക്വൻസീസിൽ മാത്രമായി
ഓരോ ഓഡിയൻസിനെയും ഈ പറയുന്ന ആഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിയേറ്റീവ് റീടാർഗറ്റ് ചെയ്ത് കാണിക്കുക. കോമൺ റീടാർഗറ്റിംഗ് മിസ്റ്റേക്ക്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിനകത്ത് ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ ആളുകൾ എപ്പോഴും ചെയ്യുന്നത്, അല്ലെങ്കിൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നതല്ല, മിസ്റ്റേക്ക് ആയി പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇങ്ങനെ ഒരു റീടാർഗറ്റിംഗ് ത്രൂ തന്നെ ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് നോക്കി എടുത്തില്ല, അവരെ നമ്മൾ റീടാർഗറ്റ് ചെയ്യുന്നു, അവർ അഡ്വർടൈസ്മെന്റ് കാണുന്നു, അഡ്വർടൈസ്മെന്റ് കണ്ട് ഇവർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും അവർക്ക് ആഡ് കാണിക്കാം. മീൻസ് പർച്ചേസ് ചെയ്ത ഒരാളിനെ വീണ്ടും വീണ്ടും അതേ പ്രൊഡക്റ്റ് കാണിക്കുക എന്നുള്ളതാണ് കോമൺ ആയിട്ടുള്ള റീടാർഗറ്റിംഗ് മിസ്റ്റേക്ക് എന്ന് പറയുന്ന കാര്യം. രണ്ടാമത്തെ മിസ്റ്റേക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഒരു ടു ഓഫൺ ആയിട്ട് ഒരേ അഡ്വർടൈസ്മെന്റ്സ് ഒരേ ക്രിയേറ്റീവ്സ് കാണിക്കാതിരിക്കുക. ആൻഡ് ദ തേർഡ് വൺ ഈസ് നമ്മൾ ഈ ജനറിക് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കാതിരിക്കുക. ഇപ്പൊ ഇമെയിൽ യൂസ് ചെയ്ത് നമ്മൾ റീടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ ഡിയർ യൂസർ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാം. ഡിയർ യൂസർ, യു ഹാവ് ലെഫ്റ്റ് ഇത്ര ഐറ്റംസ് ഇൻ യുവർ കാർട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ജനറിക് മെസ്സേജ് ആണ്. ലൈക്ക് അവർക്ക് ആർക്ക് വേണമെങ്കിലും അയക്കാൻ പറ്റുന്ന ഒരു ജനറിക് മെസ്സേജ് ആണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ ആ ഡിയർ യൂസറിനെ മാറ്റി നമ്മൾ ആ ഇമെയിൽ അയച്ച ആളുടെ പേരെടുത്തുകൊണ്ട് ലൈക്ക് അതൊന്ന് പേഴ്സണലൈസ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മിസ്റ്റേക്ക്, ലൈക്ക് നമുക്കൊരു കോമൺ മെസ്സേജ് കാണുമ്പോൾ ഉള്ള ഇഷ്ടക്കേടിനേക്കാൾ കൂടുതൽ നമ്മുടെ പേരെടുത്ത് വിളിച്ച് ഒരാള് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നും. അത് റീടാർഗറ്റിംഗിൽ പലപ്പോഴും നടക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ലൈക്ക് ആഡിങ് ജനറിക് മെസ്സേജസ് അല്ലെങ്കിൽ ജനറിക് ക്രിയേറ്റീവ്സ് ഇൻസ്റ്റെഡ് ഓഫ് പേഴ്സണലൈസ്ഡ് വൺസ്. നമ്മളുടെ പോയി എന്ന് തോന്നുന്ന കസ്റ്റമേഴ്സിനെ തിരിച്ചു കൊണ്ടുവരാനും നമ്മുടെ സെയിൽസ് ബൂസ്റ്റ് ചെയ്യാനും ഇന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് റീടാർഗറ്റിംഗ്. സോ ഇന്ന് തന്നെ നിങ്ങളുടെ ബിസിനസ് ഒരു ചെറുതോ വലുതോ ഏത് തരം ബിസിനസ്സോ ആയിക്കോട്ടെ, റീടാർഗറ്റിംഗ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ റീടാർഗറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. വിഷ്വലൈസ് ദ പവർ ഓഫ് റീടാർഗറ്റിംഗ്.